നമുക്കറിയാം, പൈൽസ് അഥവാ മൂലക്കുരു എന്നറിയപ്പെടുന്ന ഹെമറോയിഡ്സ് ഇന്ന് വളരെ സാധാരണമായ ഒരു ആരോഗ്യപ്രശ്നമാണ്. പലർക്കും ഇത് പുറത്തു പറയാൻ മടി തോന്നാറുണ്ട്. എന്നാൽ ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. മലം പോകുമ്പോൾ രക്തം കാണുക, ഭാഗത്ത് വീക്കം, ചൊറിച്ചിൽ, നീറ്റൽ, ചിലപ്പോൾ നീരുവരുക, അല്ലെങ്കിൽ മാംസകഷ്ണങ്ങൾ തള്ളി നിൽക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ കാരണം മലബന്ധമാണ്. സ്ഥിരമായ മലബന്ധമോ ഇടയ്ക്കിടെ വയറിളക്കമോ ഉള്ളവർക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പാരമ്പര്യമായി ഈ പ്രശ്നമുള്ളവർ ജോലിക്കാർ പോലെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അമിതഭാരമുള്ളവർ, ശക്തമായ ചുമശ്ഛർദി, തുമ്മൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ള വ്യായാമങ്ങൾ തുടർച്ചയായി ചെയ്യുന്നവർ എന്നിവർക്കും ഈ പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ജീവിതശൈലി ഇതിന് ഒരു പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന്, ടോയ്ലറ്റിൽ ഫോണുമായോ പത്രവുമായോ ദീർഘനേരമിരിക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇത് പൈൽസിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പൈൽസ് രണ്ട് തരത്തിലുണ്ട്: ഇന്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും. ഇന്റേണൽ പൈൽസ് ഉള്ളിലുണ്ടാകുമ്പോൾ പലപ്പോഴും ലക്ഷണങ്ങൾ വ്യക്തമല്ല, പക്ഷേ മലം പോകുമ്പോൾ രക്തം വരാം. എക്സ്റ്റേണൽ പൈൽസിൽ വീക്കം, വേദന, ചൊറിച്ചിൽ എന്നിവ കൂടുതൽ പ്രകടമാണ്. പൈൽസ് ഒഴിവാക്കാനും നിയന്ത്രിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയവ ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത അരിമുളപ്പിച്ച ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുന്തിരിയാപ്പിൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. എരിവുള്ളതും മസാല കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ്, പ്രോസസ്ഡ് ഫുഡിനിലടച്ച ഭക്ഷണങ്ങൾ, കാർബണേറ്റഡ് പാനീയങ്ങൾ, മധുരം എന്നിവ ഒഴിവാക്കുക. വീട്ടിൽ ചെയ്യാവുന്ന ചില പരിഹാരങ്ങളുണ്ട്. ഒരു വട്ടിയിൽ ഇളം ചൂടുവെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർത്ത് 10 മുതൽ 15 വരെ മിനിറ്റിരിക്കുന്ന സിറ്റ്സ് ബാത്ത് വളരെ ഫലപ്രദമാണ്. ഇത് ദിവസവും 3 നേരം ചെയ്യാം. ടോയ്ലറ്റിൽ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക. മോഷൻ വരുമ്പോൾ ഉടൻ പോകുക, പിടിച്ചുവയ്ക്കാതിരിക്കുക. യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവർ കാലിന് സപ്പോർട്ടിനായി ഒരു ചെറിയ സ്റ്റൂൾ വയ്ക്കുന്നത് നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ 1-2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡിയാണ് 1 ടീസ്പൂൺ ഇഞ്ചിനീരും 1 ടീസ്പൂൺ തേനും കലർത്തി രാവിലെ കഴിക്കുന്നത്. ഇത് വീക്കം കുറയ്ക്കാൻ സഹായിക്കും. 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിക്കുന്നതും മലബന്ധം കുറയ്ക്കാൻ ഉപകരിക്കും. കറ്റാർവാഴ ജെൽ ആനൽഭാഗത്ത് പുരട്ടുന്നത് വീക്കവും വേദനയും കുറയ്ക്കും. വേദന കൂടുതലുണ്ടെങ്കിൽ 10 മിനിറ്റ് ഐസ് ബാഗ് വയ്ക്കുന്നതും ഫലപ്രദമാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടും ഫലമില്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ അറിവിനുവേണ്ടി മാത്രമാണ്. ആരോഗ്യപ്രശ്നങ്ങൾക്ക് എപ്പോഴും ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിക്കണം. നിനക്ക് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരോടും ഈ വീഡിയോ പങ്കുവയ്ക്കൂ.